വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അസീസിയിലുള്ള വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിന്റെ മൃതകുടീരത്തിനരികിൽ ഒരു പുതിയ ശില്പം സ്ഥാപിച്ചിരിക്കുകയാണ്. കാർലോ ഒരു ലാപ്ടോപ്പും കൈകളിലെടുത്തുകൊണ്ട് ക്രൂശിതനായ യേശുവിന്റെ പാദങ്ങൾക്കടുത്ത് മുട്ടുകുത്തി നിൽക്കുന്ന ഈ വെങ്കല പ്രതിമയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കനേഡിയൻ ശില്പിയായ തിമോത്തി ഷ്മാൽസ് എന്നയാളാണ് ഈ ശില്പത്തിന്റെ സൃഷ്ടാവ്. ദിവ്യകാരുണ്യത്തെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന കാർലോ യുവാക്കളിൽ ആ ഭക്തി ഉണ്ടാകുന്നതിനായി ഡിജിറ്റൽ ലോകത്തേക്ക് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകിയതിൻ്റെ പ്രതീകമായാണ് ഈ വ്യത്യസ്തമായൊരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. സെന്റ് കാർലോ അറ്റ് ദി ക്രോസ് എന്ന് പേരിട്ടിരിക്കുന്ന 11 അടി ഉയരമുള്ള ശില്പം സാന്റിവാരിയോയിലെ ത്യാഗത്തിന്റെ ദേവാലയം എന്നറിയപ്പെടുന്ന സാന്റാ മരിയ മഗിയോർ പള്ളിയുടെ പൂന്തോട്ടത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹോംലെസ് ജീസസ്, ഏഞ്ചൽസ് ആൻഡ് അവേഴ്സ് തുടങ്ങിയ ശ്രദ്ധേയമായ പ്രതിമകൾ നിർമ്മിച്ച ഷ്മാൽസ് ആദ്യമായാണ് കാർലോയുടെ ശില്പം നിർമ്മിക്കുന്നത്. ശില്പത്തിൽ കാർലോയുടെ ബാഗിൽ ഒരു കവണ കാണാൻ സാധിക്കും. അത് ദാവീദ് ഗോലിയാത്തിനെ കവണ കൊണ്ട് കീഴ്പ്പെടുത്തിയതിൻ്റെ പ്രതീകമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഡിജിറ്റൽ ലോകത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ക്രൂശിതനായ യേശുവിൽ നിന്നും ശക്തി സ്വീകരിച്ച വിശ്വാസം പ്രഘോഷിച്ച ഒരു യുവാവ് എന്നായിരുന്നു കാർലോയെ ഷ്മാൽസ് വിശേഷിപ്പിച്ചത്. 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ചയാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസ് വിശുദ്ധനായി ഉയർത്തപ്പെടുക. വത്തിക്കാനിൽ വെച്ച് ലെയോ 14 പാപ്പായുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദരിദ്രരോടുള്ള സ്നേഹത്തിനും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിക്കും പേരുകേട്ട വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയോ ഫ്രാസാറ്റിയെയും അന്നേ ദിനം തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കും.